ഡിയർ സോൾസ്, നമുക്കിത് 3 കാർഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ എനർജി നോക്കിയിട്ട് നമുക്കതിൻ്റെ എന്താണ് എന്ന് നോക്കാം. ഫലം ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഡെത്താണ്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പം എൻഡിങ്സ് ആണ് കാണിക്കുന്നത്. അതായത് ചില കാര്യങ്ങൾ എൻഡാകാൻ പോകുന്നു. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിരിക്കുന്ന സാമ്പത്തിക ദുരിതങ്ങളാകാം, ജീവിതത്തിൻ്റെ ചില വിഷയങ്ങളാകാം, ചില ഫിനാൻസ് വിഷയങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വരുമ്പോൾ കരിയർ കാര്യങ്ങൾ വരാം. നമുക്ക് ഏത് കാര്യത്തിലാണെങ്കിലും ശരി, നമുക്കൊരു എൻഡിങ്സ് വരാൻ പോകുന്നു. നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ആ ട്രോമയിൽ നിന്ന് ഒരു എൻഡിങ്സ് ആണ് പറയുന്നത്. അവിടെ ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട്, ചേഞ്ച് വരുന്നു, നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നു, ട്രാൻസിഷൻ, പിന്നെ മെറ്റാമോർഫോസിസ്, എൻഡ് ഓഫ് സൈക്കിൾ, ഇതൊക്കെയാണ്. അതായത് എൻഡ് ഓഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ആ സൈക്കിൾ എൻഡാകാൻ പോകുന്നു, ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു, ഒരു നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്, നിങ്ങൾ ഏത് കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇതുവരെയെങ്കിൽ അതെല്ലാം മാറിയിട്ട് എത്രയും പെട്ടെന്ന് വളരെ സ്പീഡായിട്ട്, വളരെ റാപ്പിഡ് ആക്ഷൻ ആയിട്ട്, വളരെ മൂവ്മെൻറ്റ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതായത് ഒരു സ്വിഫ്റ്റ് ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. മാനിഫെസ്റ്റിംഗ് ക്വിക്കലി, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിലേക്ക് വരാൻ പോകുന്നു. ഡിസിഷൻസൊക്കെ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നു. ഒരു എയർ ട്രാവലൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് വിജയം എയർ ട്രാവൽ പോലെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിമാനയാത്ര പോലെയുള്ള യാത്രകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതായത് എന്തായാലും നിങ്ങൾ വളരെയധികം പരിവർത്തനത്തിന് വിധേയമാകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. 10 ഓഫ് പെനക്കിൾസ് ആണ്. 10 ഓഫ് പെനക്കിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമാണ്, അബണ്ടൻസ് ആണ്, നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ഉണ്ടാകാൻ പോകുന്നു. നേരത്തെ പറഞ്ഞു നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇവിടെ വളരെയധികം അബണ്ടൻസോടുകൂടി, പ്രോസ്പെരിറ്റിയോടുകൂടി ജീവിക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് അടക്കം. ചിലപ്പോൾ ചിലർക്കൊക്കെ ലോട്ടറി അടിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്, ആർക്കൊക്കെയാണെന്നറിയില്ല. എന്തായാലും ശരി, ഇന്ന് ഈ ചിങ്ങം 1 മുതൽ ചില ആളുകൾക്കൊക്കെ വളരെ നല്ല ടൈമാണെന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് നിങ്ങളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ ജനറൽ റീഡിംഗ് ആണ് ഇത്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കൂ, അല്ലാത്തവർ വിട്ടേക്കൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.